എത്ര വർഷം മുമ്പെയാണ്, എത്ര കാലത്തിന്റെ മുമ്പെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നടന്നുപോയത്, പറഞ്ഞത്? എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? അപ്പൊ ഞാൻ പൊട്ടന? ചന്ദ്രന്റെ ഓർബിറ്റിനെ കുറിച്ച്, ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഓർബിറ്റിനെ കുറിച്ച്, അമാവാസിയെയും പൗർണമിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ശാസ്ത്രരംഗത്തുണ്ടായ കാര്യങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. ഈ ഗ്രന്ഥത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? അപ്പൊ ഞാൻ പൊട്ടന? പിന്നെ പറയുന്നുണ്ട്, സൂര്യൻ സ്വയം ജ്വലിക്കുകയാണ്, ചന്ദ്രൻ ജ്വലിക്കുന്നില്ല. സ്വയം ജ്വലിക്കുന്ന വിളക്കാണെന്നാണ്. ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല. സൂര്യന്റെ സ്വയം ജ്വലിക്കുമ്പോഴുള്ള ആ വിളക്കിന്റെ പ്രകാശമാണ് ചന്ദ്രനുള്ളതെന്നാണ്. അതൊന്നും പിന്നീടുള്ള കാലത്ത് പലരും സമ്മതിച്ചില്ല. ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മഹനീയമായ കാര്യം. ശാസ്ത്ര സത്യമല്ലേ? എല്ലാവരും വിചാരിച്ചിരുന്ന എന്താ? ചന്ദ്രനും സ്വയം ജ്വലിക്കുന്നുണ്ട്, ചന്ദ്രനിൽ നിന്നും പ്രകാശം. ചന്ദ്രന് പ്രകാശമില്ല. ചന്ദ്രന്റെ പ്രകാശം സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം മാത്രമേയുള്ളൂ എന്ന് പറയുന്നുണ്ട്. മനോഹരമായൊരു പാരിസ്ഥിതികമായൊരു പ്രഖ്യാപനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? അപ്പൊ ഞാൻ പൊട്ടന? ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, അവ ആണികളായി മാറി ഭൂമിയെ നിയന്ത്രിക്കുന്നു, അതിന്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു. പിന്നീടാണ് കണ്ടുപിടിച്ചത് പർവ്വതങ്ങൾ ആഴത്തിൽ വേരൂന്നിയവയാണ്. ഭൂചലനങ്ങൾ ഉണ്ടാകാതെ ഭൂമിയുടെ ഘടനയെ നിലനിർത്തുന്നത് ഈ പർവ്വതങ്ങളാണ്. അത് പിന്നീട് തെളിഞ്ഞ ഒരു ഇക്കോളജിക്കലായിട്ടുള്ള എൻവയൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ഫാക്ടറാണ് പർവ്വതങ്ങളുടെ പ്രസക്തിയെ കുറിച്ച്. അത് ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ച് ആണികളെ പോലെ ഭൂമിയുടെ നിലനിൽപ്പിനെ നിയന്ത്രിക്കാൻ, ഭൂമിയുടെ നിൽപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ. അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? അപ്പൊ ഞാൻ പൊട്ടന? അപ്പൊ ഞാൻ പൊട്ടന? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടന? അപ്പൊ ഞാൻ പൊട്ടന?